വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ സിനിമാ സഹസംവിധായകനെതിരെ കേസെടുത്ത് മരട് പോലീസ്. ജോജോ മോൻ എന്ന ജോജോ കുരിശിങ്കലിനെതിരെയാണ് കേസെടുത്തത്. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി. സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്നും ക്രൂരമായി മർദ്ദിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. കേസെടുത്തതോടെ പ്രതി ഒളിവിൽ പോയി. ബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ വന്യമൃഗത്തെ കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തിയ കേസിലെ പ്രതി കൂടിയാണ് ജോജോ കുരിശിങ്കൽ. ജോജോ മുൻപ് 2 വിവാഹം കഴിച്ചിരുന്നുവെന്നും ഇക്കാര്യം മറച്ചുവെച്ചെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കാതിരുന്നതോടെ പ്രതി ക്രൂരമായി മർദ്ദിച്ചെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഡേറ്റിംഗ് ആപ്പായ ബംബിൾ വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത്. സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്നും ക്രൂരമായി മർദ്ദിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം ഒളിവിൽ കഴിയാൻ പ്രതിക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. താൻ വിവാഹമോചിതനാണെന്നും വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്നും ജോജോ പറഞ്ഞതായി യുവതിയുടെ പരാതിയിൽ പറയുന്നു. യുവതിയുടെ വീട്ടുകാരുമായും ബന്ധം സ്ഥാപിച്ചു. വിവാഹ വാഗ്ദാനം വിശ്വസിച്ച യുവതിയെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ജോജോ പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. വിവാഹത്തിൽ നിന്ന് ജോജോ പിന്നീട് പിന്മാറിയതോടെ യുവതി പോലീസിനെ സമീപിക്കുകയായിരുന്നു. 2 ആഴ്ച മുൻപാണ് യുവതി മരട് പോലീസിൽ പരാതി നൽകിയത്. പ്രാഥമികമായ അന്വേഷണങ്ങൾക്കും മൊഴി രേഖപ്പെടുത്തലുകൾക്കും ശേഷം ബുധനാഴ്ച പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. പോലീസ് യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ജോജോ കുരിശിങ്കൽ മുമ്പും നിയമ നടപടികൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണെന്നാണ് പോലീസ് പറയുന്നത്. പത്തനാപുരം വനംവകുപ്പ് റേഞ്ച് ഓഫീസിലും ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് നിലവിലുണ്ട്. നെടുമ്പാറ വനമേഖലയിൽ അതിക്രമിച്ചു കയറി കാട്ടുപോത്തിനെ വേട്ടയാടിയ സംഭവത്തിലാണ് വനംവകുപ്പ് ഇയാൾക്കെതിരെ കേസെടുത്തത്. അതേസമയം ഇയാൾ മറ്റാരെയെങ്കിലും ഇപ്പോൾ വഞ്ചിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തും. എന്തായാലും യുവതിയുടെ പരാതിയിൽ മേൽ കേസെടുത്ത അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇത്തരത്തിൽ പീഡനം നടന്നിരിക്കുന്നത്. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട ഇവർ പിന്നീട് വിവാഹ കാര്യങ്ങളിലേക്ക് എത്തുകയായിരുന്നു. പിന്നീടാണ് ഇയാൾ ഇത്തരത്തിൽ വഞ്ചിച്ചുവെന്ന യുവതിക്ക് മനസ്സിലായതും പരാതി നൽകിയതും. ഇയാൾ 2 വിവാഹം കഴിച്ചു എന്ന കാര്യം യുവതിക്ക് അറിയില്ലായിരുന്നു. 1 വിവാഹം കഴിച്ചു എന്നും ആ ബന്ധം തകർന്നുവെന്നും വിവാഹമോചനം നേടിയെന്നും ഇയാൾ യുവതിയോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. വിവാഹത്തിൽ നിന്ന് ജോജോ പിന്നീട് പിന്മാറിയതോടെ യുവതി പോലീസിനെ സമീപിക്കുകയായിരുന്നു. 2 ആഴ്ച മുൻപാണ് യുവതി മരട് പോലീസിൽ പരാതി നൽകിയത്. പ്രാഥമികമായ അന്വേഷണങ്ങൾക്കും മൊഴി രേഖപ്പെടുത്തലുകൾക്കും ശേഷം ബുധനാഴ്ച പോലീസ് FIR രജിസ്റ്റർ ചെയ്തു.